NREG വർക്കേഴ്സ് യൂണിയന്റെ CITU പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് കൊടിയേരി ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയം 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നിരുന്നത് എങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതി തന്നെ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. ഇത് ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ് ഈ പദ്ധതി. പിന്നീട് രണ്ടാം UPA സർക്കാർ ഈ പദ്ധതിയെ തകർക്കാൻ പലതരത്തിൽ ശ്രമിച്ചെങ്കിലും രാജ്യത്ത് NREG തൊഴിലാളികൾ സംഘടിതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു നിയമനിർമ്മാണം വഴി മാത്രമേ ഇത് മാറ്റാൻ കഴിയുമെന്ന് വന്നതുകൊണ്ടും ഇത് നടപ്പാക്കാൻ പിന്നീട് വന്ന ഗവൺമെന്റുകൾ നിർബന്ധിതമായി. ഇപ്പോൾ അധികാരത്തിലുള്ള BJP സർക്കാർ ഈ പദ്ധതിയോട് യാതൊരുവിധ താല്പര്യവും ഇല്ലാത്തൊരു സർക്കാരാണ്. നിയമത്തിൽ വ്യവസ്ഥ ചെയ്തൊരു കാര്യമായതുകൊണ്ട് എങ്ങനെയെങ്കിലും നടന്നു പോകട്ടെ എന്നൊരു സമീപനം മാത്രമാണ് ഇപ്പോഴത്തെ BJP സർക്കാരിനുള്ളത്. 13 കോടിയിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം തൊഴിൽ ലഭിച്ചത് 4.5 കോടി കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഈ പദ്ധതിയോട് BJP സർക്കാരിന് താല്പര്യമില്ല എന്ന് പ്രകടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. 100 ദിവസം തൊഴിൽ കൊടുക്കണമെങ്കിലും ശരാശരി 46 ദിവസം മാത്രമാണ് ഈ കഴിഞ്ഞ വർഷം തൊഴിൽ കൊടുത്തത് എന്നതും BJP ഗവൺമെന്റിന് ഈ പദ്ധതിയോടുള്ള സമീപനം എന്താണെന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒരു ഘടകമാണ്. അത് 100 ദിവസം തൊഴിൽ കിട്ടിയതാവട്ടെ 1.17% പേർക്ക് മാത്രമാണ് 100 ദിവസം തൊഴിൽ ലഭിച്ചിട്ടുള്ളത്. 100 ദിവസം എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ ബാധ്യതപ്പെട്ടൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ലഭിച്ചത് 1.17% പേർക്ക് മാത്രമാണ്. 271 രൂപയാണ് പ്രതിദിനം കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിദിനം 271 രൂപ കൊണ്ട് ആർക്കും ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതൊരു വസ്തുതയാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ് ഇന്ന് രാജ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തുക പ്രതിദിനം 500 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് NREG വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് NREG വർക്കേഴ്സ് യൂണിയൻ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ജോലി സ്ഥിരതയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളും ലഭ്യമാക്കാനുള്ള ഇടപെടൽ തുടർച്ചയായി NREG വർക്കേഴ്സ് യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് തൊഴിലിടങ്ങളിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. അപകടങ്ങൾ ഉണ്ടായാൽ സൗജന്യ ചികിത്സ എന്നതും അപകട മരണത്തിനുള്ള ആനുകൂല്യവും ഉറപ്പുവരുത്താൻ സാധിച്ചത് NREG വർക്കേഴ്സ് യൂണിയന്റെ ഇടപെടലിന്റെ ഫലമായിട്ടാണ്. എന്നാൽ വളരെ പരിമിതമായ തുച്ഛമായ ആനുകൂല്യം മാത്രമാണ് ഇത്തരത്തിൽ സൗജന്യ ചികിത്സയുടെ കാര്യത്തിലും അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കാലോചിതമായ മാറ്റങ്ങൾ വേണം എന്ന് NREG വർക്കേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം വളരെ ന്യായമാണ്. ഇപ്പോൾ തന്നെ തൊഴിൽ എടുക്കുന്നതിൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെയായി ജോലി സമയം ക്രമപ്പെടുത്തണം എന്നുള്ള ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ആവശ്യവും നേടിയെടുക്കുന്നതിന് വേണ്ടി തുടർച്ചയായ ഇടപെടൽ
NREG വർക്കേഴ്സ് യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 വർഷത്തെ അനുഭവം കണക്കിലെടുത്തുകൊണ്ട് NREG പദ്ധതിയിൽ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാലോചിതമായ മാറ്റം വേണം. ഈ പദ്ധതി കുറെ കൂടി ആകർഷകമാക്കാനും കൂടുതൽ ദിവസങ്ങൾ തൊഴിൽ ലഭിക്കാനും സാധിക്കത്തക്ക വിധത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഇടപെടലാണ് ഇനി നടത്തേണ്ടത്. അതിൻ്റെ ഭാഗമായി കാർഷിക ജോലികളെല്ലാം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റണം. അത് കാർഷിക മേഖലയിൽ ഇന്നത്തെ കർഷക ആത്മഹത്യ അവസാനിപ്പിക്കാൻ, വിറങ്ങലിച്ചു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക മേഖലയെ സമുദ്ധരിക്കാൻ, കാർഷിക മേഖലയിലുള്ള എല്ലാ തൊഴിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം പ്രതിവർഷം 200 ദിവസമെങ്കിലുമാക്കി. NREG വർക്കേഴ്സ് യൂണിയൻ CITU പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് കൊടിയേരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. മുനമ്പം മനുഷ്യക്കടത്തിലെ സൂത്രധാരന്മാരെ തിരിച്ചറിഞ്ഞു. രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവർ മുഖ്യ സൂത്രധാരന്മാരെന്ന് മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രഭുവിന്റെ മൊഴി. വിദേശത്തേക്ക് കടക്കാൻ ഓരോരുത്തരും നൽകിയത് 1.5 മുതൽ 3 ലക്ഷം വരെയെന്ന് പ്രഭു മൊഴി നൽകി. ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. ഇപ്പോൾ ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്, എന്തൊക്കെ വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്? അനന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുനമ്പം വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രഭു ഇന്നലെയാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്ത വേളയിലാണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായകമായ പങ്കുള്ള അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്തിന്റെ സൂത്രധാരന്മാരെന്ന് സംശയിക്കുന്ന ആളുകളുടെ പേരുവിവരങ്ങളെക്കുറിച്ച് പ്രഭു കേരള പോലീസിന് മൊഴി നൽകിയത്. രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് മനുഷ്യക്കടത്ത് ആസൂത്രണം ചെയ്തത് എന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഈ 3 ആളുകളും വിവിധ സംസ്ഥാനങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായി പല തവണകളിലായി പല ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നും പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ 3 ആളുകൾ. ഇവർ അന്തർ സംസ്ഥാന കുറ്റകൃത്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. എന്നാൽ അതേസമയം തന്നെ പോലീസിനെയും പ്രധാനമായും സംശയത്തിൽ നിർത്തുന്ന, ഇവരുടെ വിവരങ്ങളെ പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള സംശയം എന്ന് പറയുന്നത് ഇവരുടെ പേരുവിവരങ്ങൾ യഥാർത്ഥമാണോ എന്നുള്ളതാണ്. കാരണം പല ആളുകളുടെയും പേരുകൾ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് ഇവർ അവതരിപ്പിക്കാറുള്ളത്. അതിനാൽ തന്നെ ഇവരുടെ യഥാർത്ഥ പേരുവിവരങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 230 പേരാണ് മുനമ്പം വഴി ന്യൂസിലൻഡിലേക്ക് ജനുവരി 12 പുലർച്ചെ 4:30 പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിൽ 19 പേരെ കൂട്ടാതെ ബോട്ട് മുനമ്പത്തിൽ നിന്നും പുറപ്പെട്ടു പോയി എന്നാണ് പ്രഭു പോലീസിന് മൊഴി നൽകിയത്. ഈ 19 പേരിൽ ഉൾപ്പെടുന്നയാളാണ് പ്രഭു ഉൾപ്പെടെ ഇത്തരത്തിലുള്ള 19 ആളുകളും യാത്ര മുടങ്ങിയതിനെ തുടർന്ന് തിരിച്ച് ഇന്നും നാളെയുമായി എത്തും. പ്രഭു ഒഴികെയുള്ള മറ്റുള്ളവർ ഇന്നും നാളെയുമായി തിരികെ എത്തുമെന്നുമാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. തന്റെ ഭാര്യയും പോയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഭാര്യയെ നമ്മൾ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അത് സാധിച്ചിരുന്നു. അതിനാൽ തന്നെ ആ ഒരു മൊഴി അത്ര വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നമുക്കും സാധിക്കുന്നതല്ല. അതേസമയം അതിനോടൊപ്പം തന്നെ പ്രഭു കേവലമായി യാത്രയ്ക്കായി തയ്യാറെടുത്ത് പോയ ഒരാളാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ഉറപ്പു പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇയാൾ സമീപ കാലയളവിലൊക്കെ തന്നെ വിമാനയാത്രകളാണ് നടത്തിയത്. ഈ വിമാനയാത്രകൾ നടത്തിയത് മനുഷ്യക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരുമായുള്ള അടുത്ത ബന്ധത്തിന്റെ കൂടി സൂചനയായാണ് പോലീസിന് തോന്നുന്നത്. അതിനാൽ തന്നെ ഇയാളെ യാത്ര മുടങ്ങിയ ഒരാൾ മാത്രമായി നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇയാൾക്കെതിരെയും നിരവധി കുറ്റങ്ങൾ ചുമത്തപ്പെട്ടു, ക്രിമിനൽ കേസുകൾ നേരത്തെ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഈ രീതിയിലുള്ള സംശയവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും 19 പേരും ഇന്നും നാളെയുമായി എത്തുന്നതോടുകൂടി, ബാക്കി 18 പേരും എത്തുന്നതോടുകൂടി അവരെയും ചോദ്യം ചെയ്യാമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇയാളെ ഇന്ന് അല്പസമയത്തിനകം കൊച്ചിയിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് ഏതായാലും പോലീസിന്റെ തീരുമാനം. ഏതായാലും കേരള പോലീസ് ദില്ലിയിലെത്തി 3 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് അന്വേഷണം കൊണ്ടുചെന്ന് എത്തിക്കാൻ എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. സൂത്രധാരന്മാരെ കുറിച്ചുള്ള അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കാൻ ഇന്നു മുതൽ ഏതായാലും പോലീസ് തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആനന്ദ്.
വ്യക്തമാണ്. ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മണ്ഡല മകരവിളക്ക് കാലത്ത് 51 യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന സർക്കാർ വാദം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ പ്രകാരം നിലയ്ക്കലും പമ്പയിലും മരക്കൂട്ടത്തും സന്നിധാനത്തും പരിശോധന നടത്തിയാണ് യുവതികൾ അയ്യപ്പ ദർശനം നടത്തിയത്. വെർച്വൽ ക്യൂ പ്രകാരം ഓരോ വ്യക്തിയും സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കണക്കുകളാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ, നിങ്ങളുടെ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടും, വെർച്വൽ ക്യൂ കാർഡ്. നിങ്ങൾക്ക് നടപ്പന്തലിൽ അവിടെ ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോയി ദർശനം നടത്തിയേ പോകാനൊക്കുള്ളൂ. പിന്നെ ആ ക്യൂവിൽ തിരിച്ചു പോകാനൊക്കില്ല. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ 51 ആൾക്കാർ ദർശനം നടത്തിയെന്നുള്ളത്. ആ ദർശനം നടത്തിയിരിക്കുന്നു. ദർശനം നടത്തിയ യുവതികൾ കൂടുതൽ സമർപ്പിച്ചത് ആധാർ വിവരങ്ങളാണ്. ആധാർ വിവരങ്ങളിലെ ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വിധിയുടെ അടിസ്ഥാനത്തിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 7564 സ്ത്രീകൾ അയ്യപ്പ ദർശനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരിൽ 51 പേർ പ്രശ്നങ്ങളില്ലാതെ സന്നിധാനത്തെത്തുകയും ദർശനം നടത്തിയെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. 16 ലക്ഷം പേർ ഇത്തവണ വെർച്വൽ ക്യൂ പ്രകാരം ബുക്ക് ചെയ്തിരുന്നു. ഇതിൽ 8.2 ലക്ഷം പേർ മാത്രമേ ദർശനം നടത്തിയുള്ളൂ. വ്യക്തമായ കമ്പ്യൂട്ടർ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. സർക്കാരിനെതിരെ ആരോപണങ്ങൾ നിരവധി പേർ ഉന്നയിക്കുന്നത് ദർശനം നടത്തിയവരുടെ അഡ്രസ്സുകളും മറ്റും തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ ഇത് ഓരോ ഭക്തരും സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കണക്കുകളാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണെന്ന് കേരളത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ജി പ്രകാശൻ ചൂണ്ടിക്കാണിച്ചു. ഗവൺമെന്റ് സിംപ്ലി അതിന്റെ അപ്ലോഡ് ചെയ്തതിൽ നിന്ന് ആപ്ലിക്കേഷൻ വെച്ചിട്ട് 10നും 50നും ഇടയ്ക്കുള്ള സ്ത്രീകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രം കണ്ടുപിടിച്ചിട്ട് ചെയ്ത് കൊടുത്ത ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ആക്ഷേപം ഒന്നും ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല. 51 പേരുടെയും പേര്, വയസ്സ്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, വിലാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പട്ടികയിലുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും ഹരീഷ് ചരങ്ങാട്ട്. കുറുവിലങ്ങാട്ടെ 4 കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. കുറുവിലങ്ങാട്ടെ മഠത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന് കന്യാസ്ത്രീകൾ ആവശ്യപ്പെടുന്നു. സ്ഥലം മാറ്റം തങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ്. സാക്ഷികളായ തങ്ങൾക്ക് നിരന്തര ഭീഷണിയുണ്ട്. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയെ സഹായിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്ത കുറ്റമെന്നും കന്യാസ്ത്രീകൾ പറയുന്നു. ബലാത്സംഗ കേസ് അട്ടിമറിക്കാനാണ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ നിരന്തര ശ്രമമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ജീവന് വരെ ഭീഷണി ഉണ്ട് എന്നും ഇവർ ഈ കത്തിൽ സൂചിപ്പിക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ആനന്ദ്, കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളായ അനുപമ, ജോസഫിൻ, ആൽഫി, ആൻസിറ്റ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് തങ്ങളെ സ്ഥലം മാറ്റിയത് സമ്മർദ്ദത്തിലാക്കാനാണ് എന്നാണ് കന്യാസ്ത്രീകൾ കത്തിൽ പറയുന്നത്. കേസിന്റെ കാലാവധി തീരും വരെ കുറവിലങ്ങാട്ട് തുടരാൻ അനുവദിക്കണമെന്നും കന്യാസ്ത്രീകൾ ആവശ്യപ്പെട്ടു. സാക്ഷികളായ തങ്ങൾക്ക് നിരന്തര ഭീഷണിയുണ്ട് എന്നും കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയെ സഹായിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്ത കുറ്റം. നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ ബിഷപ്പ് ശ്രമിക്കുകയാണ്. സ്ഥലം മാറ്റിക്കൊണ്ടുള്ള മദർ സുപ്പീരിയറിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത്. ബിഷപ്പിന്റെ താളത്തിനൊത്തു തുള്ളുന്നയാളാണ് മദർ സുപ്പീരിയർ എന്നും കന്യാസ്ത്രീകൾ പറഞ്ഞു. ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി സമരം നടത്തിയ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ട് മിഷണറീസ് ഓഫ് ജീസസ് മദർ ജനറൽ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. സമരം നടത്തിയ 5 കന്യാസ്ത്രീകളെയും വെവ്വേറെ സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയത്. ഇത് പ്രതികാര നടപടിയാണെന്ന് കന്യാസ്ത്രീകൾ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ സമരത്തിനിറങ്ങിയത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും സഭാ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്നുമാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന ന്യായം. ഏതായാലും ഈ 4 കന്യാസ്ത്രീകളും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. തങ്ങളെ ഇവിടെ തുടരാൻ അനുവദിക്കണം, അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം എന്നുള്ളതാണ് ഈ കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആനന്ദ്. ശരി, കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിൽ മകരമാസ പൂജ നാളെ അവസാനിക്കും. രാവിലെ നടയടച്ച് മേൽശാന്തി പന്തളം രാജപ്രതിനിധിക്ക് താക്കോൽ കൈമാറുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കും. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചാൽ മല കയറി വരുന്ന ഭക്തർക്കുള്ള ദർശനം അവസാനിക്കും. നാളെ രാവിലെ നട തുറന്ന് പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള പ്രത്യേക പൂജയും കഴിഞ്ഞ് നടയടയ്ക്കുന്നതോടെയാണ് മകരമാസ പൂജ അവസാനിക്കുന്നത്. ചിത്തിരാട്ട വിശേഷത്തിന് നട തുറന്നപ്പോൾ തന്നെ സന്നിധാനത്ത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകൾ അക്രമം അഴിച്ചുവിട്ടിരുന്നു.
എന്നാൽ ശബരിമല ഇപ്പോൾ ശാന്തമാണെന്നും സംഘപരിവാറുകാരുടെ വ്യാജപ്രചരണങ്ങളും അക്രമവും അവസാനിപ്പിക്കുവാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനുമായെന്നും ബോർഡംഗം അഡ്വക്കേറ്റ് എൻ വിജയകുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതുപോലെ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡും എടുത്തിട്ടുള്ള നിലപാടുകളും ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ ഈ സംഘർഷാവസ്ഥ മറികടക്കുവാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ വൻപിച്ച പ്രചരണമാണ് ശബരിമലയ്ക്കെതിരായിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിയത്. ശബരിമലയിൽ കാണിക്കയിടരുത്, അതെല്ലാം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ള തെറ്റായ പ്രചരണം അവർ നടത്തി. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൽ വിഹിതം നൽകിക്കൊണ്ട് ശബരിമലയെ സഹായിക്കുന്ന, ദേവസ്വം ബോർഡിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാളെ രാവിലെ നട തുറന്ന ഭസ്മാഭിഷേകവും നടത്തി അയ്യപ്പനെ യോഗദണ്ഡം ധരിപ്പിച്ച പന്തളം രാജപ്രതിനിധിക്ക് ദർശനം നൽകി നടയടയ്ക്കും. ശേഷം മേൽശാന്തി ക്ഷേത്രത്തിന്റെ താക്കോൽ രാജപ്രതിനിധിക്ക് നൽകും. തുടർന്ന് 18-ാം പടി ഇറങ്ങി രാജാവ് ഇനിയുള്ള ഒരു വർഷത്തേക്ക് പൂജയ്ക്കുള്ള ചിലവിനായി കിഴിപ്പണവും താക്കോലും ദേവസ്വം മാനേജരെ ഏൽപ്പിക്കും. പിന്നീട് തിരുവാഭരണവുമായി പന്തളം കൊട്ടാര പ്രതിനിധി മലയിറങ്ങും. ഇതോടെ മണ്ഡല മകരവിളക്കുത്സവവും തുടർന്നുള്ള മകരമാസ പൂജയും അവസാനിക്കും. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. തൃശൂർ മാന്നാമംഗലം പള്ളിയിലെ ആരാധനാ ഭരണ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ യാക്കോബായ സഭ ഇന്ന് നിലപാട് അറിയിക്കും. ഇത് സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി രേഖാമൂലം നിലപാട് അറിയിക്കാൻ കളക്ടർ ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. യാക്കോബായ സഭയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ചകൾ പുനരാരംഭിക്കുക. അവകാശ തർക്കത്തെ തുടർന്ന് കല്ലേറും സംഘർഷവും ഉണ്ടായ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ സ്ഥിതി ശാന്തമാക്കാൻ കളക്ടർ ഇന്നലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയിൽ നിലവിലുള്ള അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ പള്ളിയിൽ പ്രവേശിക്കില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗവും പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാ യജ്ഞം അവസാനിപ്പിച്ച് പുറത്തിറങ്ങാൻ യാക്കോബായ സഭാംഗങ്ങളും തീരുമാനിച്ചു. പള്ളി പൂട്ടി താക്കോൽ കൈവശം വെക്കാൻ യാക്കോബായ സഭാംഗങ്ങൾക്ക് അനുമതി നൽകി. എങ്കിലും തുടർന്നുള്ള ആരാധനാ ഭരണകാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് നിലപാട് അറിയിക്കാൻ കളക്ടർ യാക്കോബായ വിഭാഗത്തോട് നിർദ്ദേശിക്കുകയായിരുന്നു. കനയ്യകുമാർ ഉൾപ്പെടെയുള്ള JNU വിദ്യാർത്ഥി നേതാക്കൾ രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിക്കുന്ന ദില്ലി പോലീസിന്റെ കുറ്റപത്രം ഇന്ന് കോടതി പരിഗണിക്കും. ദില്ലി പട്ടിയാല ഹൌസ് മെട്രോപൊളിറ്റൻ കോടതിയാണ് കുറ്റപത്രം പരിഗണിക്കുക. JNUവിൽ 2016 നടന്ന വിദ്യാർത്ഥി റാലിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് കേസ്. സംഭവം നടന്ന് 3 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് കുറ്റപത്രം നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യം ഉണ്ടെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റം കൂടാതെ കലാപമുണ്ടാക്കൽ, അനധികൃതമായി സംഘം ചേരൽ, കള്ളരേഖ ചമക്കൽ തുടങ്ങി 8ഓളം വകുപ്പുകളും കനയ്യകുമാർ ഉൾപ്പെടെയുള്ള 10 പേർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും തമ്മിലുള്ള 2ാം ഘട്ട കൂടിക്കാഴ്ച ഫെബ്രുവരി അവസാനം നടക്കും. വിയറ്റ്നാമിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തുക. വാഷിംഗ്ടണിൽ എത്തിയ ഉത്തര കൊറിയൻ ഉന്നത ഉദ്യോഗസ്ഥനായ കിം യോങ് ചോളുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം. ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് അണികളെ ഒപ്പം നിർത്താൻ രമേശ് ചെന്നിത്തല കുട്ടനാട്ടിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചാണ് ചെന്നിത്തലയുടെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള പുതിയ നീക്കം. പ്രളയകാലത്ത് പോലും കുട്ടനാട്ടിലെത്താൻ തയ്യാറാകാതിരുന്ന പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. 2 തവണ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പോലും ചെന്നിത്തലയോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ സജീവമായി രംഗത്ത് വന്നിരുന്നില്ല. മാത്രമല്ല, കുട്ടനാടിന്റെ പുനർനിർമ്മാണത്തിനടക്കം ജില്ലയിൽ നടന്ന ഫണ്ട് സമാഹരണ പ്രവർത്തനങ്ങളിൽ നിന്നുപോലും ഇവർ വിട്ടുനിൽക്കുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചെന്നിത്തലയും കൂട്ടരും കുട്ടനാട്ടിലെത്തിയിരിക്കുന്നതെന്നാണ് കുട്ടനാട്ടുകാർ പറയുന്നത്. പ്രളയ ദുരിതബാധിതരുടെ പരാതികൾ ഏറ്റുവാങ്ങുന്നതിനും കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല കുട്ടനാട്ടിലെ രാമങ്കരിയിൽ നടത്തിയ സന്ദർശനം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പൊതുവായി ഉയരുന്ന ഒരു വികാരം. കാരണം ഈ പ്രളയാനന്തരം ഉണ്ടായിട്ടുള്ള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും അതിന് അനുപൂരകമായ ദുരിതാശ്വാസ നടപടികൾ സർക്കാർ എടുത്തു വരികയാണ്. ഈ പ്രളയ ദുരിതകാലത്ത് കുട്ടനാട് വ്യാപകമായി സന്ദർശിക്കാൻ വരാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ വരുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്
എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കുട്ടനാട് പ്രളയത്തിൽ മുങ്ങിയ ഘട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും സർക്കാരിനൊപ്പം നിന്നാണ് ഒറ്റ രാത്രി കൊണ്ട് 2 ലക്ഷത്തിലധികം വരുന്ന കുട്ടനാട്ടുകാരുടെ ജീവൻ രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. ഈ സമയമൊന്നും കുട്ടനാട്ടിലെത്താതിരുന്ന നേതാവാണ് ഇപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് പൊതുവെ കുട്ടനാട്ടുകാർ പറയുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിപക്ഷ പാർട്ടികളുടെ മഹാറാലി അല്പസമയത്തിനകം ആരംഭിക്കും. തൃണമൂൽ കോൺഗ്രസിനെ കൂടാതെ 14 പ്രതിപക്ഷ പാർട്ടികൾ ഇന്നത്തെ റാലിയിൽ അണിനിരക്കും. മായാവതി, രാഹുൽ ഗാന്ധി, ഇടതു പാർട്ടി നേതാക്കൾ എന്നിവർ റാലിയിൽ ഉണ്ടാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്കെതിരെ പ്രതിപക്ഷ നിരയൊരുക്കുകയാണ് റാലിയുടെ ലക്ഷ്യം. സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, എപ്പോഴായിരിക്കും ഈ മഹാറാലി ആരംഭിക്കുക? ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ. ആനന്ദ 12:30 റാലി ആരംഭിക്കും എന്നാണ് മമതാ ബാനർജി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ റാലി നടക്കുന്ന പശ്ചിമ ബംഗാളിലെ സമ്മേളന വേദിയിലേക്ക്, ഗ്രൗണ്ടിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂട്ടമായി എത്തിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കും. ഒരു ശക്തി പ്രകടനമാണ് മമതാ ബാനർജി ലക്ഷ്യമിടുന്നത്. മമതാ ബാനർജി കൂടാതെ അദ്ദേഹം ക്ഷണിച്ച 13ഓളം മുതിർന്ന നേതാക്കൾ ഇപ്പോൾ തന്നെ പശ്ചിമ ബംഗാളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അരവിന്ദ് കെജ്രിവാൾ പശ്ചിമ ബംഗാളിൽ വിമാനമിറങ്ങിയത്. ഇദ്ദേഹത്തെ കൂടാതെ അഖിലേഷ് യാദവ്, സമാജ്വാദിയിൽ നിന്ന് NCP എന്ന ശരത് പവാർ, TDP നേതാവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു, കർണാടകയിൽ നിന്ന് കുമാരസ്വാമിയും അദ്ദേഹത്തിന്റെ പിതാവ് ദേവഗൌഡയും യോഗത്തിൽ പങ്കെടുക്കാൻ പശ്ചിമ ബംഗാളിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് DMK നേതാവ് MK സ്റ്റാലിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. MK സ്റ്റാലിൻ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ എത്തിയിരിക്കുന്നു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള ജമ്മുകാശ്മീരിൽ നിന്നും എത്തിയിരിക്കുന്നു. RJD തേജസ്വി യാദവ്, RLD നേതാവ് അജിത് സിംഗ്, കൂടാതെ ശരത് യാദവ്, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും ജാർഖണ്ഡ് വികാസ് മോർച്ചയുടെയും നേതാക്കളായ ഹേമന്ത് സോറൻ, ബാബുലാൽ മറാണ്ടി തുടങ്ങിയ നേതാക്കളും റാലിയിൽ പങ്കെടുക്കാനെത്തുന്നു. ഇങ്ങനെ 14 പ്രാദേശിക ദേശീയ പാർട്ടികളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം പ്രമുഖ നേതാക്കളായ മായാവതിയോ രാഹുൽ ഗാന്ധിയോ ഇടതു പാർട്ടി നേതാക്കളോ ഈ റാലിയിൽ സംബന്ധിക്കുന്നില്ല. തെലങ്കാന മുഖ്യമന്ത്രി KCRും ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും സമ്മേളനത്തിൽ ഈ റാലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മമതാ ബാനർജി നേരത്തെ അറിയിച്ചിരുന്നു ഇതൊരു മഹാറാലിയായി 24 പാർട്ടികളുടെ ഐക്യം വിളിച്ചോതിക്കൊണ്ടുള്ള മഹാറാലിയായി BJPക്ക് നേരെ അണിനിരത്തും എന്ന് തന്നെയാണ്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നിരയുടെ ഐക്യം ഉയർത്തി കാണിക്കുക, ഇതാണ് മമതാ ബാനർജി ലക്ഷ്യമിടുന്നത്. 12:30 പശ്ചിമബംഗാളിൽ ആരംഭിക്കും. ശരി സന്തോഷ്. ഏതായാലും 12:30 നമുക്ക് മഹാറാലിയുടെ കൂടുതൽ ശക്തി മനസ്സിലാകുന്ന നിലയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുക. മറ്റൊരു വാർത്ത കൂടി. തിരുവല്ലയിൽ നെല്ലിന് കീടനാശിനി തളിക്കുന്നതിനിടെ 2 കർഷക തൊഴിലാളികൾ മരിച്ചു. വേങ്ങലിലാണ് സംഭവം. സനൽകുമാർ, ജോണി എന്നിവരാണ് മരിച്ചത്. വിവരങ്ങൾ ഗീവർഗീസ് നൽകും. ഗീവർഗീസ്, ഏത് കീടനാശിനിയാണ് അവർ ഉപയോഗിച്ചത്? അതുകൊണ്ട് തന്നെയാണ് മരണമെന്ന് സ്ഥിരീകരിച്ചോ? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ആനന്ദുരത്തി വേങ്ങൽ പാടശേഖരത്തിൽ ഇന്നലെ കീടനാശിനി തളിച്ചതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥ അനുഭവപ്പെട്ടാണ് 2 തൊഴിലാളികൾ മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം ലഭിക്കുന്നത്. സനൽകുമാർ, ജോണി എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. 3 പേരെ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി ഇവർ കീടനാശിനി കഴിക്കുകയും എന്നാൽ വൈകുന്നേരത്തോടെ ഇവർക്ക് അസ്വസ്ഥ അനുഭവപ്പെടുകയും തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇരുവരും മരിച്ചതായിട്ട് വിവരം ലഭിക്കുന്നത്. എന്നാൽ പോലീസ് ഇപ്പോൾ സനൽകുമാറിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോണി എന്നൊരാളുടെ മരണം കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് തിരുവല്ല DVSP ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കർഷക തൊഴിലാളി അല്ലാതെ ഒരാൾ കൂടി ഈ പാടശേഖരത്തിൽ, അതായത് ആലന്തുരുത്തി വേങ്ങൽ പാടശേഖരത്തിന് അടുത്ത് മരിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണോ ജോണി എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. വരും മണിക്കൂറുകളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറയുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതാണ്. തീർച്ചയായും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വാർത്തകളെ സ്ഥിരീകരിക്കാനും കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. തിരുവല്ലയിൽ നെല്ലിന് കീടനാശിനി തളിക്കുന്നതിനിടെ 2 കർഷക തൊഴിലാളികൾ മരിച്ചതായുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. സനൽകുമാറും ജോണിയുമാണ് മരിച്ചതായി ഇപ്പോൾ സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത്.